ഇതും റിപ്പോർട്ടേഴ്സാണ്. ഇത് കൊളംബിയയിലേക്ക് കഴിഞ്ഞ വർഷം 2024 അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയവർ തിരികെ വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. അത് കൊളംബിയ തന്നെ വിട്ടുകൊടുത്ത വിമാനത്തിൽ കൊളംബിയയിലേക്ക് എത്തുന്നവരുണ്ട്, ബൊഗോട്ടയിലേക്ക് എത്തുന്നവരുണ്ട്. അമേരിക്ക തന്നെ ICE ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം തന്നെ പാസഞ്ചർ എയർ ഫ്ലൈറ്റിൽ, കൊമേഴ്സ്യൽ ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്നവരുണ്ട്. അവരുടെ ദൃശ്യങ്ങൾ കൂടി കാണാം. നേരത്തെ കണ്ട ദൃശ്യങ്ങൾ അത്യന്തം ഞെട്ടിക്കുന്നതും മനുഷ്യത്വരഹിതവുമായിരുന്നുവെങ്കിൽ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണും. വളരെ സന്തോഷത്തോടുകൂടി കൈയടിച്ചും അവർക്കുള്ള അത്യാവശ്യം ഡിഗ്നിറ്റി ഉറപ്പുവരുത്തിയും അന്തസ് ഉറപ്പുവരുത്തിയുമാണ് കൊളംബിയയിലെ പൗരന്മാരെ കൊളംബിയൻ സ്റ്റേറ്റ് 2024 എത്തിച്ചിരുന്നത്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പങ്കുവെക്കും. മൊട്ട അരുണിനിപ്പോൾ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കയ്യിലും കാലിലും വിലം കിട്ടുകൊണ്ട് അമേരിക്കൻ ആളുകളെ കയറ്റിക്കൊണ്ടുവന്നാണ് പറയണം. അതാണ് വലിയ വിഷയം. 2024 ഇങ്ങനെയല്ലായിരുന്നു കൊളംബിയയിലെ ആളുകളെ കയറ്റി അയച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നം. നരേന്ദ്രമോദിയെ തിന്നണം, അതാണ് ആവശ്യം. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഒരു യഥാർത്ഥ കാര്യം പറയാലോ, 2024 അവിടെ ഭരിച്ചത് ട്രംപ് അല്ല, അവിടെ വേറൊരാളാണല്ലോ ഭരിച്ചത്, ബൈഡൻ അല്ലേ. അപ്പോൾ അയാളുടെ സംസ്കാരത്തിന് അല്ലെങ്കിൽ അയാളുടെ ഒരു രീതിക്ക് അനുസരിച്ചുള്ളതാണ് ആ നിങ്ങളെ കണ്ടത്. ട്രംപ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വയലൻസിൻ്റെ ഒരാളാണ്, ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പുള്ളിക്കാരൻ്റെ നാടിന് വേണ്ടി എന്തും ചെയ്യും. അതൊരു യഥാർത്ഥ രാജ്യസ്നേഹിയാണ് നമ്മുടെ നരേന്ദ്രമോദിയെ പോലെയൊക്കെ. അപ്പോൾ അയാളെ നാട്ടിൽ അതിക്രമിച്ച് കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് ആരായാലും മുഖം നോക്കാൻ നടപടി എടുക്കുന്ന ആ വ്യക്തിത്വത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. കാരണം എന്താ പറയുക, അവൻ്റെ രാജ്യത്തോട് കൂറുണ്ട്. അല്ലാതെ ബൈഡനെ പോലെ ഏതെങ്കിലും ഒരു രാജ്യത്തിനുമായിട്ട് സ്നേഹത്തിലായി എന്ന് കരുതിക്കൊണ്ട് ആ രാജ്യത്തു നിന്ന് ഈ നാട്ടിലോട്ട് കുടിയേറി പാർത്താൽ, അല്ലെങ്കിൽ യാതൊരു രേഖയും ഇല്ലാതെ കയറി വന്നവരെ ചിരിച്ചുകൊണ്ട് കൈകാട്ടി ടാറ്റ പറഞ്ഞേക്കാനും ചിലപ്പോൾ ഈ പറയുന്ന ട്രംപിന് പറ്റിയെന്ന് വരില്ല. ട്രംപ് എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ ഒരു ആളാണ്, അയാളുടെ സ്വഭാവം അതാണ്. അയാളുടെ നാട്ടിൽ ആരും അതിക്രമിച്ച് കയറണ്ട, അതയാൾക്ക് ഇഷ്ടമല്ല. അതാണ് ഓരോരുത്തർ ഭരിക്കുമ്പോഴുള്ള മാറ്റം. പണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ? ആർക്ക് വേണമെങ്കിലും വന്ന് കയറി നിരങ്ങാം, അല്ലേ? ഇന്ന് ഈ പറയുന്ന പാകിസ്ഥാനിലായിട്ടുള്ള ഒരാളെ വെടിവെച്ച് കൊല്ലുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദി ഇന്ത്യയിലോട്ട് കയറുമ്പോൾ അതിനങ്ങോട്ട് വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് ചർച്ച നടത്തുകയാണ്. പണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് നമ്മുടെ തീവ്രവാദികൾ ഉള്ളിലോട്ട് കയറി സുഖമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് പാകിസ്ഥാനിലെ ഭരണം മാറി, പ്രധാനമന്ത്രി മാറി, ഇന്ന് ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന മര്യാദയില്ലാത്ത പെരുമാറ്റമാണ്. വെടിയുണ്ട വെച്ച് നെഞ്ചും കൂടെ അരിപ്പാക്കിയിട്ടാണ് അവിടുന്ന് വിടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാർ കച്ചറൂടെ എന്താ അവസ്ഥ? അതേ സാധനം ഇപ്പോൾ ചെയ്യണം, അതേ സംഗതി തന്നെ ചെയ്യണം. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഇവിടെ ചക്കക്കുരു പുട്ടണമാരി പൊട്ടിക്കൊണ്ടിരിക്കുന്ന ബോംബൊക്കെ അല്ലേ? അന്ന് എന്തായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ? ഈ കോൺഗ്രസ് ഭരിച്ച ഇന്ത്യയാണ്. ഇന്ന് നരേന്ദ്രമോദി ഭരിച്ചപ്പോൾ ഒരു പൊട്ടാസ് പോലും പൊട്ടുന്നില്ല ബോർഡറിൽ. എന്നിട്ട് അതിനെക്കുറിച്ച് പാകിസ്ഥാനിലിരുന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇതുപോലെ അന്ന് പാകിസ്ഥാൻ ഭരിച്ചിരുന്നത് വേറൊരു പാർട്ടിയായിരുന്നു, അവരുണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിൽ കയറി ചെല്ലാൻ നല്ല സുഖമായിരുന്നു, എന്ത് തീവ്രവാദം കാണിക്കായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ കയറി ചെല്ലാൻ പറ്റില്ല, പാകിസ്ഥാന്റെ ഭരണം മാറി, ഇവരുമായിട്ട് ബഹുമാനമില്ല, പാകിസ്ഥാനെ പട്ടിയെ പോലെ കാണുന്നത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? എന്താ സ്ഥിതി? അപ്പോൾ ഓരോ വ്യക്തികൾ ഓരോ രാജ്യം ഭരിക്കുമ്പോൾ അവരുടെ ഒരു എന്താ പറയുക, കണ്ണിങ്ങിലെ കാര്യങ്ങൾ കൊണ്ടുപോകുള്ളൂ, അവർ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ കൊണ്ടുപോകുള്ളൂ. ബൈഡൻ ചിന്തിക്കുന്ന പോലെ ട്രംപ് ചിന്തിക്കണം എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് പരത്തണ്ട. ഇങ്ങനെ പറഞ്ഞിടത്തോളം നിങ്ങൾ ആളുകൾ വളരെ മോശമായിട്ടേ കാണുള്ളൂ. മനസ്സിലായില്ലേ? ഉദാഹരണം പറഞ്ഞപ്പോൾ കാര്യങ്ങൾ ഏകദേശം കടപ്പ് മനസ്സിലായില്ലേ? എങ്ങനെയായിരിക്കും ആ ഒരു സ്ഥാനത്ത്? അതേപോലെ നിങ്ങളിവിടെ ചർച്ച ചെയ്യണേ, അതേ രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. പാകിസ്ഥാന്റെ വിഷയം ഞാൻ പറഞ്ഞില്ല, അതേപോലെ നിങ്ങൾ കേരളത്തിൽ നിന്ന് ചർച്ച ചെയ്യുന്നത്. പണ്ട് ഇന്ദിരാഗാന്ധി എന്തോ അതുണ്ടാക്കി സമുദ്രത്തിന്റെ അവിടെ നിൽക്കാൻ പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു. എങ്ങടാ മൂട് പോയലാണ് ചുമ്മാ. ഓരോ രാജ്യത്ത് ഓരോ പ്രധാനമന്ത്രിമാർ വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രസിഡന്റുമാർ വരുമ്പോൾ അവരുടെ രീതിയിൽ രാജ്യം മുന്നോട്ട് പോകുള്ളൂ. ട്രംപ് ഇങ്ങനെയാണ്, കുറേ കാലങ്ങൾ ട്രംപ് ഇങ്ങനെ തന്നെയാണ്. ട്രംപിനെ മാറ്റാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ അങ്ങോട്ട് നുഴഞ്ഞു കയറണ്ടെന്നേ. ഇന്ത്യയെ അപമാനിക്കാനായിട്ട് ഒരു തെണ്ടികൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകണ്ട. ഇന്ത്യക്ക് അനുവദിച്ച വിസ ഉണ്ടല്ലോ, ആ വിസ എടുത്തിട്ട് പോകൂ. അങ്ങനെ ചെയ്തുകൂടാ നിങ്ങൾക്ക്? ആരെങ്കിലും നിങ്ങളെ പിടിച്ച് കയറ്റി വിടുവോ? ഇവിടുത്തെ വലിയ കയറി ചെന്നോ പോരാ, കയ്യിൽ ആമം വെച്ചേ, കാലിൽ ചലങ്ക കെട്ടിയേ, ഡാൻസ് കളിപ്പിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് പോരാ.